ഒരു പുതിയൊരു സംവിധായകനോ അല്ലെങ്കിൽ പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്ന ആൾക്ക് ദുബായ് പശ്ചാത്തലമായിട്ട് അല്ലെങ്കിൽ UAE പശ്ചാത്തലമായിട്ടൊക്കെ സിനിമ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. അവർ ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് ഇവിടെ അങ്ങനെ എന്താണ് പ്രൊസീജിയർ പബ്ലിക്കിന് അറിയാനായിട്ട് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് പോകണം, എന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റും അതിനെന്തെങ്കിലും ലൈസൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആക്ച്വലി വ്ളോഗേഴ്സിന് പുതിയ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം വന്നാൽ ഞങ്ങൾ ഈ വ്ളോഗേഴ്സിൻ്റെ ഒരു വലിയ ടോപ്പിക്കാണ്. കാരണം ഇവിടെ ലൈസൻസ് വേണം വ്ളോഗേഴ്സ് എന്ന് പറയും. അപ്പോൾ ട്രേഡ് ലൈസൻസ് എടുക്കേണ്ട കാര്യത്തിൽ 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായം കിട്ടും വ്ളോഗേഴ്സ് ലൈസൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ UAE വ്ളോഗേഴ്സിനോട് പറയാനുള്ളത് ശരിക്കുള്ള യഥാർത്ഥ വ്ളോഗർ ലൈസൻസ് എന്ന് പറയുന്നത് നാഷണൽ മീഡിയ കൗൺസിൽ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കണം വ്ളോഗേഴ്സ്. ഇതെല്ലാ വർഷവും അതിന് വലിയ എക്സ്പെൻസീവാണ്. 10-15,000 ദിർഹംസ് എല്ലാ കൊല്ലം അടക്കേണ്ടിണ്ടായിരുന്നു. ആരും അതിന് പോവാതെ ഇപ്പോൾ ദുബായിലൊക്കെയുള്ള ട്രേഡർ എന്ന് പറഞ്ഞാൽ ബ്ലോഗിംഗ് സർവീസസ് എന്നുള്ള ലൈസൻസ് എടുക്കും. ട്രേഡറിൽ അബുദാബിയിലായാലും അതുപോലെ ചെറിയൊരു 150 ദിർഹംസിന്റെ ലൈസൻസ് എടുക്കും. മലയാളികളുടെ ഒരു സെക്കൻഡ് ഹോമാണ് UAE എന്ന് പറയുന്നത്. പലപ്പോഴും അങ്ങനത്തെ ഒരു ടേമിലാണ് പലരും പറയാറുള്ളത്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബൂമിംഗ് ആണ്. ഒരുപാട് ഗുഡ് ടാലൻസുകൾ വരുന്നു, ഒരുപാട് സിനിമകൾ വീക്കിലി 3-4 സിനിമകൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു സംവിധായകനോ ഒരു പുതിയൊരു സംവിധായകനോ അല്ലെങ്കിൽ പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്ന ആൾക്ക് ദുബായ് പശ്ചാത്തലമായിട്ട് അല്ലെങ്കിൽ UAE പശ്ചാത്തലമായിട്ടൊക്കെ സിനിമ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. അവർ ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് ഇവിടെ അങ്ങനെ എന്താണ് പ്രൊസീജിയർ പബ്ലിക്കിന് അറിയാനായിട്ട് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് പോകണം, എന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റും അതിനെന്തെങ്കിലും ലൈസൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആക്ച്വലി ലൈസൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നാട്ടിൽ ഉള്ളൊരു മൂവിയുടെ ഷൂട്ടിംഗ് മാത്രം നടത്താനായിട്ട് ഇവിടെ വരുമ്പോഴേ അതിന് ലൈസൻസ് അവർ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ലൈസൻസിലുള്ള ആളുകളായിട്ട് ടൈപ്പ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പം അങ്ങനെ ചെയ്യാറുള്ളൂ. അതിന് കാരണം ഒരു ഫിലിമിന്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ട്രേഡ് ലൈസൻസ് എടുക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ ഈ മൂവി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ മലയാളത്തിൽ ഇപ്പോൾ ഖത്തറിലൊക്കെ ഉള്ള നമ്മുടെ സമത് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ ഈ മൂവി ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളുടെയൊക്കെ ലൈസൻസിന് വരാറുണ്ട്. ഇവിടെ മലയാളികൾ ഇപ്പം മൂവി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൽ ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പലരും. അങ്ങനെ വരാറുണ്ട്. പക്ഷേ മൂവി പ്രൊഡക്ഷൻ, അതായത് മോഷൻ പിക്ചർ പ്രൊഡക്ഷൻ എന്നാണ് ഈ ആക്ടിവിറ്റിയുടെ പേര്. മോഷൻ പിക്ചർ പ്രൊഡക്ഷൻ. അതെ. അത്തരം ചെയ്യുന്ന കമ്പനികളുണ്ട്. അവർ പോയിട്ട് ഇവിടുന്ന് അപ്രൂവൽ എടുക്കുക ചെയ്യുക. ഇപ്പം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ പോലീസിൻ്റെ പെർമിഷൻ ആവശ്യമുള്ളത് പോലീസിൻ്റെ പെർമിഷൻ എടുക്കേണ്ടി വരും. ട്രാഫിക് ബ്ലോക്ക് ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ ഒരു സെക്യൂരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അപ്രൂവൽ എടുക്കൽ അവരായിരിക്കും. രണ്ടാമത്തത് പിന്നെ മീഡിയ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട്, അതായത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ്റെ കീഴിൽ മീഡിയ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഷൂട്ട് കാര്യങ്ങളൊക്കെ ഒരു മീഡിയ കൗൺസിലിൻ്റെ പെർമിഷൻ ആവശ്യമുണ്ടാവും. പിന്നെ ചില പെർമിഷൻ സെപ്പറേറ്റ് വേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഷാർജിനകത്താണ് ഒരു ടൂറിസം പ്ലേസുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതാത് ഏരിയൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഏരിയയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് പെർമിഷൻ എടുക്കുന്നത്. അങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന കമ്പനികളുണ്ട്. അത് പണ്ട് മുതലേയുള്ള നാട്ടിൽ ഇവിടെ ഇപ്പോൾ ബേസ് ചെയ്തിട്ടുള്ള പഴയ ആളുകൾ തന്നെ ഉണ്ട്. സത്താറിൽ കരൺ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തൊക്കെ ഉണ്ട്. അവരൊക്കെ കരൺ അദ്ദേഹമൊക്കെ ഇത്തരം പെർമിഷൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ അവരൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ്. പഴയകാല ഇപ്പോൾ ദുബായ് സിനിമക്ക് അദ്ദേഹമാണ് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഇങ്ങനത്തെ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അതിന് ദുബായ് ഗവൺമെൻറ് അങ്ങനെ സിനിമകൾ ചിത്രീകരിക്കാനായിട്ട് ഇവിടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എത്ര മൂവീസ് ഇവിടെ നമ്മൾക്ക് വന്നിട്ടുള്ളത്. ദുബായ് എന്ന് പേരിട്ട പടം തന്നെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ലേ മമ്മൂട്ടിയുടെ, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ സത്താർക്കൊക്കെ ചെയ്ത അപ്രൂവൽസ് ആണ്. അതുപോലെ പിന്നെ ഇപ്പം ഷാർജയിൽ ഇപ്പോൾ റീസെൻ്റ്ലി പല മൂവികളും ഷാർജയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റാസൽ കെയ്മ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിലൂടെയും ഇവരുടെ കൺട്രിയെ ലോകം മൊത്തം അറിയിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും. പിന്നെ അതിൻ്റെ പ്രത്യേകതയാണ് ബുർജ് ഖലീഫിലൊക്കെ പിന്നെ ഇംഗ്ലീഷ് മൂവി ഷൂട്ടിങ് ടോം ക്രൂയിസ് ഒക്കെ വന്നിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറില്ലേ. ഇംഗ്ലീഷ് വലിയ മൂവീസിൻ്റെ ഒക്കെ ഷൂട്ട് ദുബായിൽ വന്നിട്ടുള്ള സ്പീഡ് മൂവിയുടെ ഷൂട്ട് അങ്ങനെ പലതും ദുബായ് എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിലാക്കിക്കൊണ്ട് ദുബായ് എന്നൊരു ബ്രാൻഡ് ലോകത്തേക്ക് എത്തിക്കാൻ അത് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ ശരിക്കും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒന്നും സഹായം ആവശ്യമില്ല. ഞാൻ അതൊക്കെ ചോദിച്ചുകൊണ്ട് ആ ടോപ്പിക്ക് ചോദിച്ചുകൊണ്ട് ഞാൻ അത്രയും എക്സ്പേർട്ട് അല്ലെങ്കിൽ കൂടിയിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ചു എന്നുള്ളൂ. കാരണം ഈ മേഖലയിൽ വരുന്നവർക്ക് അറിയാം ഇവിടെ ആരൊക്കെ അത് ചെയ്തു കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് അവർക്ക് അറിയാം.
അല്ല ഇതെന്താ പറയുക, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേറൊരു സബ്ജക്റ്റാണ് ഈ സിനിമ. അല്ല ഇത് രസമാണ് ഇങ്ങനെ കാഷ്വലി സംസാരിക്കുക, കാഷ്വലി നമ്മുടെ വീഡിയോസ് എല്ലാം അങ്ങനെയാണ്, പ്രീ പ്ലാൻഡ് അല്ല നമ്മൾ സംസാരിക്കുന്നത്. അല്ലെന്നറിയാം നമ്മുടെ ആളുകൾ ഇപ്പോൾ നമ്മുടെ ആളുകളുടെ ചിന്താഗതികളെ ഭയങ്കരമായിട്ട് മാറുമല്ലോ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ്. എന്താണ് ഇപ്പോൾ വ്ളോഗേഴ്സാണ്, വ്ളോഗേഴ്സിന് പുതിയ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം വന്നാൽ ഞങ്ങൾ ഈ വ്ളോഗേഴ്സിൻ്റെ ഒരു വലിയ ടോപ്പിക്കാണ്. കാരണം ഇവിടെ ലൈസൻസ് വേണം വ്ളോഗേഴ്സ് എന്ന് പറയും. അപ്പോൾ ട്രേഡ് ലൈസൻസ് എടുക്കേണ്ട കാര്യത്തിൽ 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായം കിട്ടും വ്ളോഗേഴ്സ് ലൈസൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ UAE-ലുള്ള വ്ളോഗേഴ്സിനോട് പറയാനുള്ളത്, ശരിക്കുള്ള യഥാർത്ഥ വ്ളോഗർ ലൈസൻസ് എന്ന് പറയുന്നത് നാഷണൽ മീഡിയ കൗൺസിൽ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കണം വ്ളോഗേഴ്സ്. ഇതെല്ലാ വർഷവും അതിന് വലിയ എക്സ്പെൻസീവാണ്. 10-15,000 ദിർഹംസ് എല്ലാ കൊല്ലം അടക്കേണ്ടിണ്ടായിരുന്നു. ആരും അതിന് പോവാതെ ഇപ്പോൾ ദുബായിലൊക്കെയുള്ള ട്രേഡർ എന്ന് പറഞ്ഞാൽ ബ്ലോഗിംഗ് സർവീസസ് എന്നുള്ള ലൈസൻസ് എടുക്കും. ട്രേഡറിൽ അബുദാബിയിലായാലും അതുപോലെ ചെറിയൊരു 1,050 ദിർഹംസിന്റെ ലൈസൻസ് എടുക്കും. അതോ 7 എമിറേറ്റ് ഉണ്ട്. എമിറേറ്റ്സിൽ ഇപ്പോൾ ഒരു എമിറേറ്റിൽ നിങ്ങൾ ലൈസൻസ് എടുത്താൽ എല്ലാ UAE എല്ലാത്തിലും ആയിരുന്നില്ല. യഥാർത്ഥ ബ്ലോഗിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് വ്ളോഗേഴ്സ് എടുക്കേണ്ടത് നാഷണൽ മീഡിയ കൗൺസിലിന്റെ അണ്ടറിൽ തന്നെ വരണം. അപ്പോൾ പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ അബുദാബിയിൽ എടുത്ത ഒരാൾക്ക് അബുദാബിയിൽ ചെയ്യാം, ആ ലൈസൻസ് എടുത്തുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ UAE-ൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത്രയും വലിയ രീതിയിലേക്ക് എത്തപ്പെടുമ്പോൾ അത് നല്ലതാണ്. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നിന്നൊരു വ്ളോഗർ വന്ന് ഇവിടെ കോണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് ലൈസൻസിന്റെ ആവശ്യമുണ്ടോ? നിലവിൽ നിയമപ്രകാരം ലൈസൻസ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അതേസമയം വന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ഇത്തരം കാര്യങ്ങളൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമുക്കത് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ ഒരു ചലഞ്ചായി നിൽക്കും. കാരണം എല്ലാവരും വരുന്ന താൽക്കാലികമായി വരുന്നവരൊക്കെ ഇപ്പോൾ ലൈസൻസ് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവരെ നമ്മൾ പാനിക് ആക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഒരു പ്രൊമോഷൻ രീതിയിൽ പോകുമ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെ പ്രൊമോഷന് അതൊക്കെ പോകുമ്പോൾ ഇതിൽ വന്നാൽ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൺലൈൻ ചാനൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ പലപ്പോഴും പല ഓൺലൈൻ ചാനൽസ് നാട്ടിലിപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാൻ പ്രത്യേകിച്ചൊരു നിയമമൊന്നും വലിയൊരു നിയമമൊന്നും എൻ്റെ കാഴ്ചപ്പാടില്ല. ഇപ്പൊ ന്യൂസ് ചാനൽ ഫോർ എക്സാമ്പിൾ ദുബായിൽ ഒരു വാർത്ത കൊടുക്കുന്നു, അല്ലെങ്കിൽ ദുബായിന്റെ ഒരു ബിസിനസ് സ്ഥാനത്തെ കുറിച്ച് ഒരു വാർത്ത കൊടുക്കുന്നു, തീർച്ചയായിട്ടും മീഡിയ കൗൺസിലിന്റെ അപ്രൂവൽ വേണം. അതായത് ഇപ്പം ഞാൻ എടുത്തു പറയാൻ ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള നിസാർ സെയ്ദ് ദുബായ് വാർത്ത, അവരൊക്കെ ഈ ഫെഡറൽ ഗവൺമെന്റിന്റെ മീഡിയ കൗൺസിൽ, നാഷണൽ മീഡിയ കൗൺസിൽ ലൈസൻസ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതാണ് ഓൺലൈൻ മീഡിയയെ കുറിച്ച് എനിക്ക് വലിയൊരു എക്സാമ്പിളായിട്ട് UAE-ൽ പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ വെറുതെ ഒരു സാധനം നാട്ടിലെ പോലെ തുടങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്ന ലേഡീസോ അതൊരു വ്ളോഗിങ് കൾച്ചറിൽ പെടുന്നതല്ല റിയാസ് ഭായി? അവരൊക്കെ ഇപ്പോൾ ലൈസൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലർ എമിറേറ്റിന്റെ ലൈസൻസുകൾ എടുക്കുന്നത് എല്ലാവരും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് പോയൊരു സ്ഥാപനമൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് വേണം. പിന്നെ ഇവരൊക്കെ ഒരു ദിവസം തന്നെ 4-5 സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഫണ്ട് കളക്ട് ചെയ്യേണ്ട. ലൈസൻസ് ഉണ്ടെങ്കിലല്ല ഈ ഫണ്ടൊക്കെ ഇത്രയും ഹാൻഡിൽ ചെയ്യും. സ്ഥാപനമായാലും ഒരു ഇൻഡിവിജ്വലിന് പേ ചെയ്യുന്നേക്കാൾ അവർ ആഗ്രഹിക്കുന്ന ഒരു ഫേമിന് പേയ്മെന്റ് ചെയ്യുന്നതാണല്ലോ. കാരണം കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, വാറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗേഴ്സായ ആൾക്കാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ റിയാസ് ഭായിയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ഒക്കെ മേടിച്ചോ? അങ്ങനെ വരുന്ന സമയത്ത് ടെമ്പററി ഒരു എമിറേറ്റിന്റെ ഈ 1050 പറഞ്ഞൊക്കെ ലൈസൻസ് മതിയാവും. 1000 സ്ഥിരമായി ഇവിടെ നിന്നിട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ UAE-ന്റെ കോർപ്പറേറ്റ് ലോ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ മീഡിയ കൗൺസിൽ ലൈസൻസ് എടുത്തു വെക്കാൻ. ലൈസൻസ് ഉണ്ട്? നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്? അത് പണ്ടേ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നാഷണൽ മീഡിയ കൗൺസിൽ ലൈസൻസ്ഡ് ബ്ലോഗർ എഴുതാറുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ട്. 6 വർഷം 7 വർഷം മുമ്പ് നമ്മൾ. ശരിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് സിനിമയെക്കുറിച്ചും ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ്. ഞങ്ങളൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റി പെടുന്നതാണല്ലോ. നമുക്ക് ലൈസൻസ് ഉണ്ടോ? ചില്ലറക്കാരൊന്നും ഇല്ല. അപ്പോൾ സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.